ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ കൊത്തമരം മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കൊത്തമരം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ രണ്ടറ്റങ്ങൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലത്തെ നൂല് പോലെ ഞാര് പോലെ വരുന്നുണ്ടല്ലോ, അതൊക്കെ കളഞ്ഞിട്ട് രണ്ട് പീസായിട്ട് മുറിച്ചിട്ട് നമുക്ക് ഓരോന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിൽ കാണിച്ച പോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനാവശ്യത്തിനനുസരിച്ചുള്ള ഉള്ളി എടുക്കുക. ഉള്ളി ഞാനിവിടെ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 മുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുരുകുരുന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം കേട്ടോ. കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ചീനച്ചട്ടി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. കടുക് ആവശ്യമുള്ളവർക്ക് കടുകിടാം, ഇഷ്ടമല്ലാത്തവർക്ക് കടുകിടണ്ട. ഇപ്പം ഞാനിവിടെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടത് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം വഴറ്റിയതിന് ശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. അധികം മൂക്കാണ്ട് റെഡിയാക്കാൻ നോക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് കൊത്തമരം അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂടിയെ തുറന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് റെഡി ആയതിന് ശേഷം ഇങ്ങനെ ഇരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് വാടി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇനി മാറ്റി വയ്ക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ചോറൊക്കെ റെഡിയാക്കി വിളമ്പി ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് കൊത്തമരം ഉണ്ടാക്കാവുന്നതാണ്. അവർക്കൊന്നും കൊത്തമരം ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അധികം മുളകൊന്നുമില്ല, അത്യാവശ്യത്തിന് മുളക് മാത്രം ഇട്ടിട്ടുള്ളൂ, മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. താങ്ക് യു.